നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തൃശൂർ വിജയത്തിന് പിന്നാലെ പാലക്കാട് നിയമസഭാ സീറ്റും സ്വന്തമാക്കാമെന്ന് BJP മനസ്സിൽ സ്വപ്നം കണ്ടു. തൃശൂരിനേക്കാൾ ശക്തമാണ് പാലക്കാട് പാർട്ടി സംവിധാനങ്ങൾ. അതുകൊണ്ട് തന്നെ C. കൃഷ്ണകുമാറിന്റെ സ്വപ്നങ്ങൾ വലുതായിരുന്നു. പാലക്കാട് BJPക്ക് ഏറെ അനുകൂല ഘടകങ്ങൾ. അതിനിടയിൽ പത്തനംതിട്ടയിൽ നിന്ന് വണ്ടി കയറി വന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തുടക്കത്തിൽ കോൺഗ്രസിൽ ഉയർന്ന അപശബ്ദങ്ങൾ. പാലക്കാട് വിജയിച്ചിരുന്നു എങ്കിൽ BJPക്ക് അത് വലിയ രാഷ്ട്രീയ ലക്ഷ്യമായിരുന്നു. എന്നാൽ സ്വയം കുഴിച്ച കുഴികളിൽ വീണ് BJP കൈകാലിട്ടടിക്കുന്ന കാഴ്ച. അതിലപ്പുറം BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രന് നേർക്ക് പടയൊരുക്കം. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനും പാലക്കാട് BJP സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാറിനുമെതിരെയാണ് ഇപ്പോൾ പാർട്ടിയിൽ കലാപമുയർന്നിരിക്കുന്നത്. അടുത്തിടെ മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിലൊക്കെ വോട്ട് വിഹിതം കുത്തനെ ഉയർത്തിയ ശോഭാ സുരേന്ദ്രൻ തന്നെ പാലക്കാട് മത്സരിക്കട്ടെ എന്നാണ് BJP അണികളും പ്രവർത്തകരുമൊക്കെ ആഗ്രഹിച്ചത്. എന്നാൽ കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കാൻ K. സുരേന്ദ്രൻ ആഗ്രഹിച്ചു. കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിത്വത്തെയാണ് സന്ദീപ് വാര്യർ ആദ്യം മുതൽ എതിർത്തത്. പാലക്കാട് വിജയസാധ്യത കൃഷ്ണകുമാറിന് കുറവാണ് എന്ന് സന്ദീപ് വാര്യർ പാർട്ടിയിൽ തുറന്നു പറഞ്ഞു. നേരത്തെ മുതൽ BJPയിൽ K. സുരേന്ദ്രന്റെ പ്രവർത്തനങ്ങളോട് വിമുഖത പ്രകടിപ്പിക്കുന്നവർ ഏറെയുണ്ട്. പാലക്കാട് C. കൃഷ്ണകുമാറിന് നേർക്കുള്ള വിമർശനങ്ങളും ഏറെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ സീറ്റ് നേടിയതിന് തൊട്ടുപിന്നാലെ K. സുരേന്ദ്രൻ BJP അധ്യക്ഷ സ്ഥാനത്ത് സുരക്ഷിതനാണ് എന്ന തോന്നൽ പൊതുവെ ഉണ്ടാക്കി. എന്നാൽ പാലക്കാട് തോൽവിയോടെ ഇപ്പോൾ സുരേന്ദ്രനെതിരെ ശക്തമായ പടയൊരുക്കമാണ് പാർട്ടിയിൽ. BJPയുടെ ഉള്ളം കൈയിലിരുന്ന പാലക്കാട് നഗരസഭയിൽ പോലും കോൺഗ്രസ് ഭൂരിപക്ഷം ഉയർത്തിയത് അക്ഷരാർത്ഥത്തിൽ പാർട്ടിയെ ഞെട്ടിച്ചു. ശക്തമായ വിമർശനങ്ങളുമായി നേതാക്കൾ കളത്തിലിറങ്ങി. നേരത്തെ ശോഭാ സുരേന്ദ്രനെ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കണമെന്ന് സുരേഷ് ഗോപി അടക്കമുള്ളവർ ശഠിച്ചിരുന്നു. ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കാത്തതിൽ കലിച്ചാണ് സുരേഷ് ഗോപി പോലും പ്രചരണങ്ങളിൽ സജീവമായി പങ്കെടുക്കാത്തത്. തൃശൂർ ലോക്സഭയിൽ വിജയിച്ച സുരേഷ് ഗോപിയും സംസ്ഥാന നേതൃത്വവും തമ്മിൽ ആശയപരമായി വലിയ ഭിന്നതയിലാണ്. സുരേഷ് ഗോപിക്കെതിരെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ സംസ്ഥാന നേതൃത്വം പലവിധ പ്രസ്താവനകളും നടത്തി. ഇതിൽ കുപിതനാണ് സുരേഷ് ഗോപി. പാലക്കാട് C. കൃഷ്ണകുമാറിന് വിജയിക്കാം എന്ന കൃഷ്ണകുമാറിന്റെ അഹങ്കാരത്തിനേറ്റ തിരിച്ചടിയാണ് ഈ തോൽവി. K. സുരേന്ദ്രനെതിരെ ഇപ്പോൾ കൃഷ്ണദാസ് പക്ഷവും ശോഭാ സുരേന്ദ്രൻ പക്ഷവും കരുക്കൾ നീക്കുന്നു. മറുവശത്ത് V. മുരളീധരൻ സുരേന്ദ്രനെ തന്റെ ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു എന്ന റിപ്പോർട്ടുകളും മുന്നിലുണ്ട്. പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയുടെ പരാജയത്തിലും വോട്ടുചോർച്ചയിലുമൊക്കെ BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രന് തന്നെയാണ് നേരിട്ട് ഉത്തരവാദിത്വം എന്ന് BJP നേതാക്കൾ ആരോപണമുന്നയിച്ചു. പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന അധ്യക്ഷൻ നേരിട്ട് നേതൃത്വം നൽകിയിട്ടും വോട്ട് ചോർന്നു എന്ന് സന്ദീപ് വചസ്പതി തുറന്നെഴുതി. BJPയുടെ മേൽക്കൂര ശക്തിപ്പെടുത്തണമെന്നാണ് BJP നേതാവ് N. ശിവരാജൻ പറഞ്ഞത്. തുടക്കത്തിൽ പാലക്കാട് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നതാണ് നല്ലത് എന്ന് ശിവരാജൻ പരസ്യമായി പറഞ്ഞിരുന്നു. സംഘടന കൂടുതൽ ശക്തിപ്പെടുത്തണമെന്നും കുറെ കാലമായി സജീവമല്ലാത്തവരെ തിരികെ കൊണ്ടുവരണമെന്നും ശിവരാജൻ കൂട്ടിച്ചേർത്തു. സംഘടനാ വീഴ്ചയുണ്ടായോ എന്ന് K. സുരേന്ദ്രനോട് തന്നെ ചോദിക്കണമെന്നാണ് BJP നേതാവ് B. ഗോപാലകൃഷ്ണൻ പറഞ്ഞത്. ഏറ്റവും ശ്രദ്ധേയമായത് സന്ദീപ് വചസ്പതിയുടെ കുറിപ്പ് തന്നെ. ഉപതെരഞ്ഞെടുപ്പിൽ യഥാർത്ഥ രാഷ്ട്രീയ പോരാട്ടം നടന്നത് ചേലക്കര മണ്ഡലത്തിലാണ്. അവിടെ ഉജ്ജ്വല മുന്നേറ്റമാണ് BJP നടത്തിയത്. 10,000-ഓളം വോട്ട് ചേലക്കരയിൽ BJPക്ക് കൂടി. പ്രചരണത്തിന് നേതൃത്വം നൽകിയ തൃശൂർ ജില്ലാ കമ്മിറ്റി അഭിനന്ദനം അർഹിക്കുന്നു. വയനാടും BJP വോട്ട് വിഹിതം നിലനിർത്തി. അവിടെയും പാർട്ടി എന്ന നിലയിൽ BJP അടിത്തറ ശക്തമാണ്. എന്നാൽ പാലക്കാട് തികച്ചും വ്യക്തിപരമായിരുന്നു കാര്യങ്ങൾ. പ്രചരണത്തിലടക്കം ഇത് കാണാമായിരുന്നു. വർഗീയതയും കോഴയും കൂറുമാറ്റവും അടക്കം വിഷയങ്ങളായി. ഈ കാര്യങ്ങൾ പ്രതിരോധിക്കുന്നതിൽ പാർട്ടിക്ക് വീഴ്ചയുണ്ടായോ എന്ന് പരിശോധിക്കേണ്ടതാണ്. ഇത്തരമൊരു തിരിച്ചടി പ്രതീക്ഷിച്ചതല്ല. പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ നേതൃത്വം നൽകിയിട്ടും വോട്ട് ചോർച്ച ഉണ്ടായത് ഗൗരവമായ ചിന്തയ്ക്ക് വിധേയമാക്കും. എങ്കിലും പാലക്കാട് BJPയുടെ അടിത്തറയ്ക്ക് ഒരു ക്ഷീണവും ഉണ്ടായിട്ടില്ല. ഈ തിരിച്ചടി താൽക്കാലികം മാത്രമാണ്. ഇതിനെയും പാർട്ടി മറികടക്കും. അതിനുള്ള കരുത്ത് ഈ പ്രസ്ഥാനത്തിനുണ്ട്. വചസ്പതിയുടെ വാക്കുകളിൽ വ്യക്തമാണ്. ചേലക്കരയിൽ ജില്ലാ നേതൃത്വമാണ് പ്രചരണത്തിന് നേതൃത്വം കൊടുത്തത്. അതുകൊണ്ട് BJP വലിയ നേട്ടമുണ്ടാക്കി. പാലക്കാട് സംഘടനാ സംവിധാനത്തിൽ യാതൊരുവിധ കുറവുകളുമില്ല. BJP സംസ്ഥാന അധ്യക്ഷനാണ് അവിടെ പ്രചരണത്തിന് നേതൃത്വം കൊടുത്തത്. വലിയ തോതിൽ വോട്ട് ചോർച്ചയുണ്ടായി. പാലക്കാട് തോൽവിയുടെ ഉത്തരവാദിത്വം K. സുരേന്ദ്രൻ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് പാർട്ടിയിൽ ശക്തമായ കലാപക്കൊടിയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്.
അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് സുരേന്ദ്രനെ മാറ്റണമെന്ന ആവശ്യം ഇനി ശക്തമാകും. തൃശൂരിന് പിന്നാലെ താമര വിരിയുന്നത് പാലക്കാട്. 3ാം സ്ഥാനത്ത് UDF. ഇതായിരുന്നു BJPയുടെ മുദ്രാവാക്യം. ഇതേ വാക്കുകൾ തന്നെ 2 ദിവസങ്ങൾക്ക് മുൻപ് കെ സുരേന്ദ്രൻ ഫേസ്ബുക്കിലും കുറിച്ചു. പക്ഷേ സംസ്ഥാനത്തെ BJPയുടെ ഗോൾഡൻ A+ സീറ്റിൽ സുരേന്ദ്രന്റെ എല്ലാ കണക്കുകളും പിഴച്ചു. സ്വന്തം നോമിനിയെ സ്ഥാനാർത്ഥിയാക്കി കെ സുരേന്ദ്രൻ തന്നെയാണ് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ എല്ലാ തന്ത്രങ്ങളും മെനഞ്ഞത്. സന്ദീപ് വാര്യരെ തഴഞ്ഞു എന്ന് മാത്രമല്ല, കെ സുരേന്ദ്രൻ പരസ്യമായി സന്ദീപ് വാര്യർ ഒരു ചീള് കേസാണ് എന്ന് പത്രപ്രസ്താവനയും നടത്തി. ഒരു വിധേനയും സന്ദീപ് വാര്യരെ അനുനയിപ്പിക്കാനുള്ള ഒരു പ്രവർത്തനങ്ങളും നടത്തിയില്ല. സി കൃഷ്ണകുമാറും സന്ദീപ് വാര്യരും തമ്മിലുള്ള പോര് ഉച്ചസ്ഥായിയിലായപ്പോൾ അതിൽ സംസ്ഥാന നേതൃത്വം ഇടപെട്ടില്ല. LDFനെ കടന്നാക്രമിക്കാതെ UDFനെ മുഖ്യശത്രുവാക്കി ചിത്രീകരിച്ചുകൊണ്ടായിരുന്നു സുരേന്ദ്രന്റെ പ്രചരണങ്ങളൊക്കെ. ഇതും വലിയ തോതിൽ തിരിച്ചടിയുണ്ടാക്കി. ഫലത്തിൽ 3ാം സ്ഥാനത്താണ് P സരിനെങ്കിലും വെറും 2500-ൽ താഴെ വോട്ടുകളുടെ വ്യത്യാസം മാത്രം. 10,000-ലേറെ വോട്ടുകളാണ് BJPക്ക് പാലക്കാട് ചോർന്നത്. നഗരമേഖലയിൽ തകർന്നടിയുകയും ചെയ്തു. പാലക്കാട് തോൽവിയുടെ പശ്ചാത്തലത്തിൽ ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ ഇനി കേന്ദ്ര നേതൃത്വത്തെ സമീപിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ. തൃശൂർ വഴി കേരളം പിടിക്കാം, അതിന് പാലക്കാട് ഏറ്റവും ശക്തമായ മാർഗമാക്കാമെന്നതായിരുന്നു കേന്ദ്രത്തിന്റെ കണക്കുകൂട്ടൽ. എല്ലാം പാളി എന്ന് മാത്രമല്ല, തകർന്നടിഞ്ഞിരിക്കുന്നു. പാലക്കാട് മത്സരിച്ചത് സി കൃഷ്ണകുമാറെങ്കിലും ശരിക്കും തോറ്റത് കെ സുരേന്ദ്രൻ തന്നെ എന്ന് പാർട്ടിയിലെ വിമർശകർ പറയുന്നു. മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് സുരേന്ദ്രൻ മെനഞ്ഞ തന്ത്രങ്ങളൊക്കെ പാളി. കഴിഞ്ഞ തവണത്തേക്കാൾ 10,000 വോട്ടാണ് ഇത്തവണ BJPക്ക് നഷ്ടമായത്. കെ സുരേന്ദ്രൻ പ്രചരണത്തിനായി വളരെ കുറച്ച് മാത്രം പോയ ചേലക്കരയിൽ പക്ഷേ പാർട്ടി 9,000-ലധികം വോട്ടുകളാണ് ഇക്കുറി പെട്ടിയിലാക്കിയത്. ശോഭാ സുരേന്ദ്രനായിരുന്നു പാലക്കാട് മത്സരിച്ചത് എങ്കിൽ ഇത്തവണ ഫലം ഈ രീതിയിൽ വരുമായിരുന്നില്ല എന്ന് BJPയിലെ മിക്ക നേതാക്കളും വിശ്വസിക്കുന്നു. പാർട്ടിയിലെ ഗ്രൂപ്പ് പോരിൽ ഇതുവരെ നിഷ്പക്ഷമായി നിന്ന കൃഷ്ണദാസ് പക്ഷം ഇപ്പോൾ ശക്തമായ നിലപാടെടുക്കാൻ ഒരുങ്ങുകയാണ്. ഇനിയും ഈ രീതിയിൽ പാർട്ടി മുന്നോട്ട് പോയാൽ കേരളത്തിൽ BJP നാമാവശേഷമാകും എന്ന് കൃഷ്ണദാസ് പക്ഷവും ഭയപ്പെടുന്നു. സംഘടനാ പ്രശ്നങ്ങളിൽ സുരേന്ദ്രനൊപ്പം നിന്ന PK കൃഷ്ണദാസ് പക്ഷമാണ് ഇപ്പോൾ ശക്തമായ നിലപാടിലേക്ക് കടക്കുന്നത്. സുരേന്ദ്രനെ മാറ്റണം എന്ന മുറവിളി ശക്തമാകുമ്പോൾ അത് കണ്ടില്ല എന്ന് നടിക്കാൻ കേന്ദ്ര നേതൃത്വത്തിന് പോലും കഴിയില്ല. പാലക്കാട് തോൽവി നേതൃത്വത്തിന്റെ പരാജയമാണോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് B ഗോപാലകൃഷ്ണൻ പറഞ്ഞ മറുപടി കൃത്യമായിരുന്നു. അത് കെ സുരേന്ദ്രനോട് തന്നെ ചോദിക്കണം. തീപ്പൊരി വനിതാ നേതാവ് ശോഭാ സുരേന്ദ്രന് സ്ഥാനാർത്ഥിത്വം നൽകാത്തത് മുതൽ പ്രശ്നങ്ങൾ ആളിക്കത്തി. ആദ്യം ശോഭാ സുരേന്ദ്രന് വേണ്ടി പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിരവധി ഫ്ലെക്സ് ബോർഡുകളാണ് ഉയർന്നത്. സി കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതോടെ ഫ്ലെക്സ് ബോർഡുകൾ വലിച്ചു കീറി പല സ്ഥലങ്ങളിലും അവ തീയിട്ട് നശിപ്പിച്ചു. ഒടുവിൽ സന്ദീപ് വാര്യർ പാർട്ടിയോട് ടാറ്റ പറഞ്ഞിറങ്ങിയതോടെ എല്ലാം കൈവിട്ടു. കെ സുരേന്ദ്രന്റെ പിഴച്ച നീക്കങ്ങളാണ് ഇതിനൊക്കെ കാരണമെന്ന് എതിർചേരിയിലുള്ളവർ കട്ടയ്ക്ക് പറയുന്നു. മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് BJP നേതാവ് N ശിവരാജൻ നടത്തിയ പ്രസ്താവനകൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശോഭാ സുരേന്ദ്രനാണ് സ്ഥാനാർത്ഥിയെങ്കിൽ വിജയം ഉറപ്പെന്നായിരുന്നു ശിവരാജൻ പറഞ്ഞത്. സന്ദീപ് വാര്യരെ പോലെ ജനസമ്മതിയുള്ള ഒരു നേതാവിനെ കൈവിട്ടത് തികഞ്ഞ പക്വതയില്ലായ്മയാണ്. ഇത്രയധികം കാലം BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി തുടർന്നിട്ടും കെ സുരേന്ദ്രൻ ഒരു പക്വത കാട്ടിയില്ല എന്ന വിമർശനങ്ങളും ഉയരുന്നു. ഇപ്പോഴിതാ പാലക്കാട് കൗൺസിലർ ഉൾപ്പെടെയുള്ളവർ പാർട്ടി വിടുമോ എന്ന ഭയവും സംസ്ഥാന നേതൃത്വത്തെ പിടികൂടിയിരിക്കുന്നു. ശക്തമായ കൊടുങ്കാറ്റാണ് BJPയിൽ ആഞ്ഞുവീശുന്നത്. പാൽ സൊസൈറ്റി മുതൽ ലോക്സഭ വരെ ഏത് സീറ്റ് മത്സരിക്കാൻ കിട്ടിയാലും അതിലൊക്കെ ചാടി വീണ് മത്സരരംഗത്തിറങ്ങുന്ന കൃഷ്ണകുമാറിനെ കുറിച്ച് തികച്ചും വ്യത്യസ്തമായ അഭിപ്രായങ്ങളും ഉയർന്നു വരുന്നു. റിയൽ എസ്റ്റേറ്റ് അടക്കമുള്ള കച്ചവടങ്ങളിൽ വ്യാപൃതനാണ് സി കൃഷ്ണകുമാർ. കൃഷ്ണകുമാറിന്റെ ഭാര്യയെക്കുറിച്ചും സമൂഹ മാധ്യമങ്ങളിൽ ശക്തമായ വിമർശനങ്ങളാണ് ഉയരുന്നത്. മുൻപ് കൃഷ്ണകുമാറിന്റെ ഭാര്യാമാതാവ് കൃഷ്ണകുമാറിനും ഭാര്യയ്ക്കുമെതിരെ ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരുന്നു. കൃഷ്ണകുമാറും ഭാര്യയും ചേർന്ന് പണം അപഹരിച്ചെടുത്തുവെന്നും ഭാര്യാമാതാവിനെ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടുവെന്നും അവർ പത്രസമ്മേളനത്തിൽ ആരോപിച്ചിരുന്നു. ആരോപണങ്ങളുടെ ശരശയിലാണ് ഇപ്പോൾ കെ സുരേന്ദ്രൻ. അതിനിടയിൽ കൃഷ്ണകുമാറിനെതിരെയും വിമർശനങ്ങൾ ശക്തമാകുന്നു. തീപ്പൊരി നേതാവായ ശോഭാ സുരേന്ദ്രൻ പാർട്ടിയിൽ കൂടുതൽ കരുത്തോടെ വളരുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ. സന്ദീപ് വചസ്പതിയും ഗോപാലകൃഷ്ണനും ശിവരാജനും അടക്കമുള്ളവർ ഇപ്പോൾ സുരേന്ദ്രനെതിരെ വാളോങ്ങി നിൽക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.